കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന 1,00,000 ലക്ഷത്തിലധികമുള്ള ആശാ വർക്കർമാർക്ക് ഓണറേറിയം മുടങ്ങിയിട്ട് 3 മാസമായി. സർക്കാർ അവഗണന തുടർന്നാൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ഇവരുടെ തീരുമാനം. കോവിഡ് കാലത്തുൾപ്പെടെ സ്വന്തം ആരോഗ്യം പോലും മറന്ന് പൊതുജനത്തിനു വേണ്ടി പണിയെടുത്തവരാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ. കിട്ടുന്ന പ്രതിഫലം തുച്ഛം, അതും സമയത്ത് ലഭിക്കാറില്ല. പണിയെടുത്ത കൂലിക്കായി നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ജീവിതം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. 3 മാസത്തെ ഓണറേറിയവും ഇൻസെന്റീവും അടക്കം 36,000-ഓളം രൂപയാണ് ശരാശരി ഓരോ ആശാ വർക്കർക്കും ലഭിക്കാനുള്ളത്. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ആശാ വർക്കർമാർ. പക്ഷേ എല്ലാ മാസവും കൃത്യമായി വേതനം ലഭിക്കാതെ ആശാ വർക്കർമാർ വളരെയധികം കഷ്ടപ്പെടുകയാണ്. 7,000 രൂപയാണ് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഓണറേറിയം. പക്ഷേ അത് പലപ്പോഴും 3,500-ഉം 4,000 രൂപയൊക്കെ കിട്ടാറുള്ളൂ. അത് തന്നെ വെട്ടിക്കുറയ്ക്കുകയാണ്. ഈ ഓണറേറിയം പോലും 4 മാസം 5 മാസം കൂടുമ്പോഴാണ് ലഭിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ ചെയ്യാനുള്ള പണികൾ ആശാ വർക്കർമാർക്ക് ഇന്നുണ്ട്. പുതിയ ആപ്പുകളിലൂടെ പുതിയ സർവേകൾ എല്ലാ ദിവസവും ഇന്ന് ഫീൽഡിൽ പോയി സർവേ നടത്തുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. വാഹന സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്വന്തം കയ്യിൽ നിന്ന് കടം മേടിച്ച് വേണം ആശാ വർക്കർമാർ ഈ വണ്ടി പിടിച്ച് ഇവിടെ പോകേണ്ടത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ആശാ വർക്കർമാരുടെ കൂട്ടായ്മ. വിരമിക്കുമ്പോൾ ആശാ വർക്കർമാർക്ക് മിനിമം 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വർഷം 2 കഴിഞ്ഞു. ഇപ്പോൾ ആ വിരമിക്കാനുള്ള ഉത്തരവ് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പല സെൻ്ററുകളിലും 62 വയസ്സായ ആശമാരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആശാ വർക്കർമാർക്ക് സൗജന്യ ചികിത്സയില്ല. എന്തിന് പണിയെടുക്കുന്ന ആശുപത്രിയിൽ പോലും OP ചീട്ടിന് പൈസ കൊടുത്താൽ മാത്രമേ ആശാ വർക്കർക്ക് ചികിത്സ കിട്ടുള്ളൂ. ഒരു പരിഗണനയുമില്ല. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിലേക്ക് പോവുകയാണ്. ഓണറേറിയവും അലവൻസും വൈകുന്നതിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന പതിവ് പല്ലവിയാണ് ധനവകുപ്പ് ആവർത്തിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിലും കേരളത്തെ അപേക്ഷിച്ച് കൂടുതലാണ് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന ഓണറേറിയം. ആരോഗ്യ മേഖലയിലെ നമ്പർ 1 മോഡൽ എന്ന വാഴ്ത്തുപാട്ട് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ താഴെത്തട്ടിൽ തൊഴിലാളികൾക്ക് ശമ്പളമെങ്കിലും നൽകണം. അല്ലാതെ തൊഴിലാളികളെ സമരത്തിനിറക്കുന്നത് യഥാർത്ഥ കേരള മോഡലിന് ചേർന്നതല്ല. വിജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നിരവധി തവണ അധികൃതർ ഉറപ്പു നൽകിയതാണ് ഇക്കാര്യത്തിൽ. പക്ഷേ പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമാണ് പ്രതികരണങ്ങളിലേക്ക്. 3-4 മാസം കൂടുമ്പോഴത്തേക്കാണ് നമുക്ക് ഓണറേറിയം വരുന്നത്. ഓണറേറിയം ഇൻസെൻറ്റീവും രണ്ടും ഒരേ സമയത്ത് വരികയാണെങ്കിൽ കുറേ കൂടെ നന്നായിരുന്നു. ഈ മാസം ഓണറേറിയം വന്നു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാണ് ഇൻസെൻറ്റീവ് വരുന്നത്. മാസം തോറുള്ള കാശ് ഒത്തു തന്നാൽ ഞങ്ങൾക്ക് നല്ലതായിരിക്കും എല്ലാ കാര്യത്തിനും. 12 വർഷമായി പറ്റുന്നില്ല ജീവിക്കാൻ. ഇപ്പം തന്നെ 2 മാസത്തെ കുടിശ്ശിക നിലവിലുണ്ട്. പിന്നെ കിട്ടുമ്പോഴത്തേക്ക് കുടിശ്ശിക ഇടാതെ ഇത് കിട്ടിയാലും മതിയായിരുന്നു. ഈ പരിഹാരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ശമ്പളം മാസാമാസം കിട്ടണം. അത് നമുക്ക് മിനിമം ശമ്പളം തരണം. ഞങ്ങളെ പൈസ മാത്രം ക്രൈറ്റീരിയ വെച്ചാണ് അടിക്കുന്നത്. ഒത്തിരി ജോലിഭാരം കൂടി വരിക. അതിനനുസരിച്ചുള്ള വേതനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന വേതനം തന്നെ തുച്ഛമാണെങ്കിൽ ഞങ്ങൾക്കത് മാസാമാസം കറക്റ്റായിട്ട് കിട്ടണം. ഇതിൽ വിധവകളുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലാണ് ഞങ്ങൾ പോകുന്നത്.